ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കുർത്തീസോ വെസ്റ്റേൺ വെയർസോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ജിമ്മിന് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ്. നോർമലി നമ്മൾ മൊബൈലിൽ ടി വിയിലൊക്കെ കാണുമ്പോൾ ലേഡീസൊക്കെ വർക്കൗട്ട് ചെയ്യണം നമ്മൾ കാണാറുണ്ട് അല്ലേ. പക്ഷെ പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് ടീഷർട്ടും അതുപോലെ പാൻറ്റും ഇടുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് എന്താന്നുള്ളത് നമുക്ക് വിസിബിളാണ്. പക്ഷേ ഉള്ളിലിടുന്ന ഇന്നർ അത് ഏതായിരിക്കും, എങ്ങനത്തെ യൂസ് ചെയ്യണം, ഏത് വർക്കൗട്ടിന് ഏത് വേണം എന്നുള്ളത്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ബ്രാ ആണ് നമ്മൾ ഉള്ളിൽ യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറേ സംശയങ്ങളില്ലേ. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. നമ്മൾ ഇന്ന് നമുക്ക് വർക്കൗട്ടിന് പറ്റിയിട്ടുള്ള എല്ലാ ഔട്ട്ഫിറ്റ്സും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രാ, ടീഷർട്ട്, പാൻറ്റ്, ഷൂ, ബാഗ്സ്, അങ്ങനെ എല്ലാതും. അപ്പോൾ ബ്രാ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിപ്പോൾ 4 തരം ഇരിക്കുന്നുണ്ട്. 4 തരമല്ല, ശരിക്കും പറഞ്ഞാൽ 3 തരം, 4 എണ്ണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ വർക്കൗട്ട് തന്നെ 3 രീതിയിലുള്ള വർക്കൗട്ട് ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ നമുക്ക് യോഗ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നോർമൽ രീതിയിൽ ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യുന്ന വർക്കൗട്ട്സ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള വർക്കൗട്ട്സ് എന്ന് പറയും അത്. പിന്നെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ കുറച്ചൊരു മീഡിയം ടൈപ്പ്, അത്രയ്ക്ക് വലിയ ഹെവി ഇമ്പാക്റ്റ് കൊടുക്കാത്ത വിധത്തിലുള്ള വർക്കൗട്ട്. മൂന്നാമത്തെ പറയുമ്പോൾ ഭയങ്കര ഹെവി റേഞ്ചിലുള്ള വർക്കൗട്ടാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഹൈ കവറേജ് ഉള്ള ബ്രാ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ യോഗ അങ്ങനത്തെ സംഭവമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടീഷർട്ട് ടൈപ്പ് ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ടീനേജുകാർക്കായാലും വലിയവർക്കായാലും ഇത് പറ്റും. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു പാഡ് പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ടുള്ള അത്ര ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം. ഫ്രണ്ട് ഫുൾ ടീഷർട്ടാണ്, ടീഷർട്ട് ടൈപ്പാണ്. മുകളിൽ കൂടെ നമുക്കിങ്ങനെ ഇടേണ്ട ടൈപ്പ് ആയിട്ടുള്ള ബ്രാ ആണ്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, 3 അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈപ്പ്. പക്ഷേ പേഴ്സണലി എനിക്കിത് തീരെ താല്പര്യമില്ല. കാരണം ഇത് നമ്മൾ ടീഷർട്ട് ടൈപ്പ് ഇടുന്നതാണ്. നമ്മൾ വർക്കൗട്ടിന് പോയാൽ തന്നെ തിരിച്ചു വരുമ്പോൾ വിയർത്തിട്ടായിരിക്കും വരിക. അപ്പോൾ വിയർപ്പുള്ള സമയത്ത് ഇതിങ്ങനെ വലിച്ചൂരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് നമ്മൾ വിയർപ്പൊക്കെ മാറിയതിന് ശേഷം പിന്നെ ഇത് ഊരാനായിട്ട് ശ്രമിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. എന്നാൽ പോലും ബ്രാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ വാനൂസൻ നല്ല ബ്രാൻഡാണ്, ക്വാളിറ്റി വൈസും നല്ലതാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത കാരണമാണ് എന്ന് വെച്ചാൽ മോളിക്കോടെ ഇടുന്നത് കൊണ്ട്. ബാക്കി ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. ഇനി ചിലർക്ക് ഇങ്ങനത്തെ ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ബ്രാ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബനിയൻ നമുക്ക് ടീഷർട്ട് ടൈപ്പ് ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുന്നത്. ഇത് നോർമൽ വലിയ ഹൈ ലെവലിലുള്ള വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇത് പറ്റില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു ഹൈ കവറേജ് ഇതിലും കിട്ടും. പക്ഷെ ഇനി കാണിക്കുന്നത് അതിനേക്കാളും ഹൈ കവറേജ് ഉള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ഒരു ബ്രാ, ഇതൊക്കെ ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് നമുക്ക് ജിമ്മിന് പോകാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഒരു റിക്വസ്റ്റാണ്, നമ്മൾ ജിമ്മിന് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ പൈസ നോക്കരുത്. ഔട്ട്ഫിറ്റിൻ്റെ കാര്യത്തിൽ എത്രയും നല്ല ക്വാളിറ്റി മേടിക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് മേടിക്കുക. കാരണം വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഇരുന്നും കിടന്നും. അപ്പോൾ നല്ല ഐറ്റംസ് മേടിക്കുക. എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അടുത്തതെന്ന് പറയാനായിട്ട് നമുക്ക് ജോക്കി ബ്രാൻഡിൻ്റെ ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ബ്രാ ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇതിൻ്റെ സൈസ് വരുന്നത് ഇപ്പം നമ്മുടെ ബ്രാൻഡ് സൈസ് ഏതാണെങ്കിൽ അതിൻ്റെ ഒരു സൈസ് ചെറുതാണ് നമുക്ക് മേടിക്കേണ്ടത്. ഇതിലിപ്പോൾ ഞാൻ മേടിച്ച സൈസ് ലാർജ് ആയിരിക്കണം. ലാർജ് അല്ലെങ്കിൽ മീഡിയം ആയിട്ടായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക കേട്ടോ. ഇതിലിപ്പോൾ കാണാനില്ല, കാരണം ഇത് കുറേ നാളായി, ഏകദേശം ഒരു 1.5 കൊല്ലത്തോളമായി ഞാനിത് യൂസ് ചെയ്യണത്, മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രാ യൂസ് ചെയ്യുമ്പോൾ ബ്രാൻ്റെ ഒരു സൈസ് ചെറുതാണ് നമ്മൾ എപ്പോഴും സ്പോർട്സ് ബ്രാന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അത് ടമ്മി ടക്കർ ആയാലും മുകളിലിടുന്ന ബ്രാ ആയാലും അത് പാൻ്റ് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വർക്കൗട്ടിൻ്റെ ഔട്ട്ഫിറ്റ്സാണ് പറയണത് കേട്ടോ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ജാക്കറ്റ് ടൈപ്പ് ജോക്കി ബ്രാൻഡിൻ്റെ ആണ്. ഇത് നോർമലി നമുക്ക് ജാക്കറ്റ് ടൈപ്പായിട്ട് 2 കൈ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് സിബിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ സിബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഊരി പോകുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും. ഊരി പോകാൻ ഒരു ചാൻസും ഇല്ല, കാരണം നടുക്കിൽ ഇങ്ങനെ ഒരു ഹുക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ.
ഇതിങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിബ് ഊരി പോയാൽ തന്നെ അത് അവിടെ കിടക്കുമ്പോൾ ഊരി പോവില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഊരി പോണ സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ബ്ലാക്ക് ഷെയ്ഡിലാണ്. തുണി നോക്കുമ്പോൾ ഒരു നൈലോണിൻ്റെ പോലത്തെ, എന്നുവെച്ചാൽ വിയർപ്പുണ്ടെങ്കിലും പെട്ടെന്ന് അത് സ്വെറ്റ് വലിച്ചെടുക്കാനുള്ള ഒരു ഇതുണ്ട്. അത്ര പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഇറിറ്റേഷൻ അങ്ങനെ ഒരു ഫീൽ ചെയ്യില്ല. ബ്രീത്തേബിൾ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട്, നമ്മൾ എപ്പോഴും വർക്കൗട്ടിൻ്റെ സമയത്ത് ചൂസ് ചെയ്യേണ്ടത് കഴുത്തിക്കൂടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ആ ഒരു ക്രോസ് ടൈപ്പ് ആയിട്ടുള്ള ബാക്ക് സൈഡ്, അങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ള ബ്രാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനൊക്കെ ബൗൺസ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെ കറക്റ്റ് ആ ഒരു ഹൈ കവറേജ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിൽ എന്ന് പറയുമ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഊരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാ ഇവിടെ ഒരു പാഡ് കൊടുത്തിട്ടുണ്ട്, ഇത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ ഇത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വാഷ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയാനായിട്ട് ലാർജാണ്. ഇത് ഏകദേശം 2 കൊല്ലമായിട്ടോ. ഞാൻ ചുരിദാർ എക്സൽ മേടിക്കുന്ന സമയത്ത് അന്ന് മേടിച്ചിട്ടുള്ളതാണ് ലാർജ് സൈസ്. പക്ഷേ ഇപ്പം ഞാൻ മീഡിയമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് മേടിക്കുമ്പോൾ മിനിമമായിട്ട് കുറച്ച് മേടിച്ചാൽ മതി. കുറേ കൂടുതൽ വലിച്ച് മേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിന് പോണത് തടി കുറയ്ക്കാനാണ്. അപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും അത് ലൂസാവും, പിന്നെ വീണ്ടും വേറെ മേടിക്കേണ്ടി വരും. അപ്പോൾ ഒരു 2 ജോഡി, അതിനും കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ഒരെണ്ണം ഇന്നിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ വന്നു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ദിവസം വേറെ ഇടുമ്പോൾ അടുത്ത് വാഷ് ചെയ്യുക, അങ്ങനെ റീയൂസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ലാർജ് സൈസാണ്. ഏകദേശം ഒരു 2 കൊല്ലം മുന്നേ മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഇപ്പോൾ കുറച്ച് ലൂസാണ് കേട്ടോ. ഇനി ഇതിൻ്റെ തന്നെ ജോക്കി ബ്രാൻഡാണ് കേട്ടോ. ഇത് ആ സമയത്ത് മേടിച്ചിട്ടുള്ളതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും 1 ബ്രാ 2 ബ്രാ ഒക്കെ ആ സമയത്ത് വേണമായിരുന്നല്ലോ. അപ്പോൾ ആദ്യത്തെ എൻ്റെ ജിമ്മിൻ്റെ ഔട്ട്ഫിറ്റ് ബ്രാ ഇതാണ് കേട്ടോ. പിന്നെ ഇത് ഇഷ്ടമായപ്പോഴാണ് ഇതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആയിട്ടുള്ളത് വേറെ ഒരെണ്ണോടെയും മേടിച്ചത്. ഇതാ ഇതും സെയിം ആ ഒരു ലാർജ് സൈസാണ്. ബ്രാൻഡ് വരുന്നത് നമുക്ക് സെയിം ആ ഒരു ജോക്കി ബ്രാൻഡിൻ്റെ. ഇതിൻ്റെയും നമുക്ക് സൈഡിൽ കൂടെ ഇത് ഊരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പാഡ് നമുക്ക് ഊരി വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സിബിൻ്റെ ക്വാളിറ്റി ഒക്കെ പക്ക ക്വാളിറ്റിയാണ് കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2 കൊല്ലം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണം, അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. തുണിക്കും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു മീഡിയം ലെവലിലേക്കുള്ള വർക്കൗട്ടിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. ഇനി കുറച്ച് ഹൈ ലെവലിലേക്കുള്ള നമുക്ക് വർക്കൗട്ട് വേണമെന്ന് വെച്ചാൽ വലിച്ചു കെട്ടില്ലേ ആ ഒരു സംഭവം. ഇതാ ഈ ഒരു സംഭവം എന്ന് പറയണത് നമുക്ക് ജാക്കറ്റ് ടൈപ്പ് തന്നെയാണ്. നടുക്കിക്കൂടെ സിബ് വരുന്നുണ്ട്. പാഡ് നമുക്ക് ഊരാനുള്ള ഓപ്ഷൻസ് ഇല്ല, അതോടുകൂടി അറ്റാച്ച് ചെയ്തിട്ട് വരുന്നതാണ്. ഇതിനും സെയിം നടുക്കിയിൽ നമുക്കിങ്ങനെ ഹുക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ സിബും ഉണ്ട്. ഇത് കൂടാണ്ട് ഇത് ക്രോസ് ടൈപ്പായിട്ടാണ്. ബാക്ക് സൈഡ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതാ ഇതിങ്ങനെ ക്രോസ് ടൈപ്പ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു സപ്പോർട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ബാക്കിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൗൺസ് ആവാനായിട്ട് ചാൻസസ് കുറവാണ്, ചാൻസസേ ഇല്ല. ഇനി ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട്, നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ആകെ വള്ളിക്കെട്ട് പിടിച്ച സാധനം അല്ലേ. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ ഒരു പോർഷൻ, നമ്മുടെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വലിച്ച് നമുക്ക് എത്ര ലെവൽ വേണമെന്ന് വെച്ചാൽ ആ ലെവലിലേക്ക് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. ഇനി ഒട്ടിക്കുന്ന സംഭവം ഇത് കംപ്ലൈൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇത് കംപ്ലൈൻ്റ് ആവില്ല. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് കേട്ടോ. അത് ഒട്ടിച്ചാൽ അവിടെ അങ്ങോട്ട് കിടന്നോളും. ഇത് കൂടാണ്ട് 2 സൈഡിലും നമുക്ക് ഊരാനും ഒട്ടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാണ്ട് നമുക്ക് ബാക്ക് സൈഡിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു ബ്രസ്റ്റിൻ്റെ താഴെയുള്ള പോർഷനില്ല, ആ ഒരു പോർഷനിലും നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ഹൈ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഹൈ ലെവലിലേക്കുള്ള വർക്കൗട്ട് ഇല്ല, അതിനൊക്കെ ഇത് ഭയങ്കര നല്ല ബ്രാ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം എന്ന് പറയുന്നത് ഈ 3 ബ്രാ ആണ് പേഴ്സണലി ഇഷ്ടം. എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു സൈസ് കുറവായിട്ട് ചൂസ് ചെയ്യണം കേട്ടോ. ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തത് മുകളിൽ ഊരുന്നത് കൊണ്ടാണ്. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മുകളിലേക്കുള്ളത്. ഇനി അടിയിലേക്കുള്ള സംഭവം എന്ന് പറയാനായിട്ട് ഇതാ
ഇന്നർ വെയർ പാൻറ്റീസ്. ഈ ഒരു പാൻറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ നോർമൽ ടൈപ്പായിട്ടുള്ള പാൻറ്റീസ് നമ്മൾ യൂസ് ചെയ്യരുത്. എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാൻറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സീംലെസ് ആണ്. ഇവിടുത്തെ സൈഡിൽ തൊടയുടെ ഭാഗത്തൊക്കെ, തൊട മീൻസ് ആ ഒരു ബട്ടക്സിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് ഉള്ളത് അത് കാണില്ല. ഭയങ്കര സീംലെസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ടിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പാൻറ്റീസാണ് കേട്ടോ. ഇത് ഒരു 5-6 മേടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ഇനി അടുത്ത് പറഞ്ഞുതരാം, അപ്പോഴും മനസ്സിലാൻ പറ്റുള്ളൂ. പിന്നെ നടുക്കിലത്തെ പോർഷനിൽ ഇങ്ങനെ വേറൊരു തുണി വെച്ചിട്ട് നമുക്ക് അപ്പോൾ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പിന്നെ തുണി എന്ന് പറയുമ്പോൾ നൈലോണിൻ്റെ തുണിയാണ് വരുന്നത്. സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മേടിച്ചിരിക്കുന്നത് ലാർജ് സൈസ് XL ആണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. XL ഇതും ഏകദേശം കുറേ നാളായിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ നോർമൽ ഏതാ സൈസ് എന്ന് വെച്ചാൽ ആ സൈസ് മേടിക്കാവുന്നതാണ്. അതിൻ്റെ പല കളേഴ്സ് മേടിച്ച് വെക്കുക. ഇതാ ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഒരു ബേജ് കളറും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ 3-4-5-6 പാൻറ്റീസ് ഉണ്ട്. ഇതൊക്കെ നൈലോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അലക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും ചെയ്യും. ഇനി ഇത് അടിയിലേക്കായി മുകളിലേക്കുള്ള ബ്രാ ആയി. പക്ഷേ ഇനി മുകളിലേക്കുള്ള ടീഷർട്ടും അടിയിലേക്കുള്ള പാൻറ്റും കൂടി നമുക്ക് നോക്കണം അല്ലേ. അടിയിലേക്കുള്ള പാൻറ്റ് എന്ന് പറയാനായിട്ട് ഒരുപാട് ജിമ്മിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പലതരം ബ്രാൻഡിൻ്റെ പലതരം പാൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് വിൽസ് ക്ലബിൻ്റെ ബ്രാൻഡിൻ്റെ പാൻറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റത്തെ ജിമ്മിന് പോയപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള പാൻറ്റാണ് കേട്ടോ ഇത് ഒരെണ്ണം ആദ്യം മേടിച്ചപ്പോൾ ഇത് കറക്റ്റ് എനിക്ക് പേഴ്സണലി നമുക്ക് ഇഷ്ടമാവുമല്ലോ. ഈ തുണി വെച്ച് നോക്കുമ്പോൾ തുണി കോട്ടനും പോളിസ്റ്ററും കൂടി മിക്സ് ആയിട്ടാണ്, ബ്രീത്തബിൾ ആണ്. നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്താലും ഒരു തരത്തിലും കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഇതും ഏകദേശം ഒരു 2 കൊല്ലത്തോളമായി യൂസ് ചെയ്യുന്നു. ഇത് ഞാൻ മേടിച്ച സൈസ് ലാർജൊക്കെ മാറ്റി ഇപ്പോൾ വേറെ സൈസ് യൂസ് ചെയ്യേണ്ടി വന്നു. വിൽസ് ക്ലബിൻ്റെ പാൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് പുറത്തേക്ക് പോയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കുർത്തീസിൻ്റെ കൂടെ ലെഗിൻസ് ആയിട്ടായാലും യൂസ് ചെയ്യാം, അതുപോലെ വർക്കൗട്ടിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ 2 സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഇതാ ഈ സൈഡും പോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ ഇല്ല, ഒരു സൈഡുള്ളൂ. ഞാൻ പോക്കറ്റ് യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഈ സൈഡിലുണ്ട് കേട്ടോ. ഇതിവിടെ ചെറുതായിട്ട് ഇങ്ങനെ പൈസയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ബാക്കിൽ നമുക്ക് മൊബൈൽ വെക്കാനായിട്ടുള്ളൊരു സിബ് പോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിൽസ് ക്ലബ് ബ്രാൻഡിൻ്റെ കുറേ തരമുണ്ട് കേട്ടോ. അതിൽ കോട്ടൻ്റെ ഉണ്ട്, നൈലോണിൻ്റെ ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, പിന്നെ ഷേപ്പ് വ്യത്യാസമായിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ കാലിൻ്റെ അടിവശം നമുക്ക് നമുക്ക് ലെഗിൻസിൻ്റെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത് അല്ലാണ്ട് ഫ്ലയർ ഉള്ളതും ഉണ്ട് കേട്ടോ. അപ്പം നോക്കി മേടിച്ചോളൂ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ചെക്ക് ചെയ്തോളൂ. ഓഫറുള്ള സമയത്ത് മേടിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവുണ്ട്. ബിൽസ് ക്ലബ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ പാൻറ്റിൻ്റെയൊക്കെ വരുമ്പോൾ 1200 1300 ആ റേഞ്ചിൻ്റെ മേലെ പോവുള്ളൂ. സെയിൽ വരുമ്പോൾ ഒരു 1100 ആ ഒരു റേഞ്ചിനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. ഇപ്പോഴും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. നല്ല മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബ്രീത്തബിൾ മെറ്റീരിയലാണ്. ഇത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. വിൽസ് ക്ലബ് ബ്രാൻഡിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് സെയിം. നമുക്കിപ്പോൾ ഇതിൻ്റെ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. മറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ലൈറ്റ് ഷെയ്ഡും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ 2 ഡാർക്ക് പിന്നെ ഒരു ബ്ലാക്ക് മേടിച്ചിട്ടുണ്ട്. സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഒരു ബ്രാൻഡിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പം ഇത് 3ഉം ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഈ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഇത് 2ആണ് മേടിച്ചത്. ലാർജ് സൈസാണ് മേടിച്ചത്. ഇപ്പോൾ ലാർജ് സൈസ് വെച്ചിട്ട് ഇത്തിരി ലൂസായി തുടങ്ങി. അപ്പോൾ നമ്മൾ മാറ്റേണ്ടി വന്നു സൈസേ. ബ്രാൻഡ് ഒരിക്കലും മാറ്റില്ല. അപ്പോൾ പിന്നെ മേടിച്ചത് മീഡിയം സൈസാണ് കേട്ടോ. അത് ഡിഫറെൻറ്റ് കളറിലാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസ്. അപ്പോൾ ഓരോ സൈസ് വെച്ച് നമുക്ക് എന്തായാലും ചെറുത് മേടിക്കേണ്ടി വരും. വർക്കൗട്ട് ചെയ്യുമ്പോൾ തടി കുറയ്ക്കാനല്ല പോണത്. അപ്പോൾ എപ്പോഴും ഒരു 2 ജോഡിയൊക്കെ മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ബിൽസ് ക്ലബിൻ്റെ 4 എണ്ണം.
എക്സ്പെൻസീവ് ആണ്, പക്ഷെ വർത്തിയാണ്. ഇപ്പോഴത്തെ നമുക്ക് ലെഗിൻസ് ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതേ സെയിം ബ്രാൻഡ്, ഈ ബ്രാൻഡ് വിട്ടിട്ട് എനിക്ക് വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്യാനേ തോന്നില്ലേ. ഞാൻ ആമസോണിൽ നിന്ന് വേറെ ബ്രാൻഡൊക്കെ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ പാൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ആ പാൻറ്റൊക്കെ യൂസ് ചെയ്തപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കാലിൻ്റെ ഭാഗം ഇപ്പോൾ ഇത് ലെഗിൻസിൻ്റെ പോലെയാണെന്ന് പറഞ്ഞില്ലേ, കാലിൻ്റെ ഭാഗമൊക്കെ നല്ല ടൈറ്റായിട്ട് കിടക്കും. മറ്റേ ബ്രാൻഡിൻ്റെയൊക്കെ വെച്ചത് കാലിൻ്റെ അടിവശമൊക്കെ എന്ന് പറയുമ്പോൾ ഇത്തിരി ലൂസായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി, ടൈറ്റായിട്ട് ഫീൽ ചെയ്യില്ല, ബ്രീത്തബിൾ അല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ അത് റിട്ടേൺ ചെയ്തു. പിന്നെ ബിൽസ് ക്ലബിൻ്റെ തന്നെ മേടിച്ച് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പുതിയതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അവരെ പഴയ മോഡൽ തന്നെയാണ് ബിൽസ് ക്ലബിൻ്റെ. ഇവിടെ ബ്രാൻഡിൻ്റെ പേരൊന്നും കാണാനില്ലല്ലോ, ഈ ഒരു ടാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെ പുതിയൊരു മോഡൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മോഡൽ എന്ന് പറയണത് നമുക്ക് അടിയിൽ ഫ്ലെയർ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് മുട്ട് വരയ്ക്ക് നല്ല ടൈറ്റ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലെയർ ടൈപ്പ് ആയിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയലും ബ്രീത്തബിൾ തന്നെയാണ്, എലാസ്റ്റിക് പോർഷൻ കണ്ടോ. മെറ്റീരിയൽ വൈസ് നല്ലതാണ്, ക്വാളിറ്റി വൈസ് നല്ലതാണ്. പക്ഷെ ഇതും ഈ ഒരു പാൻറ്റ് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളത്. നല്ല ഇത് അടിയിൽ ഫ്ലെയർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്തിരി ഇഷ്ടക്കുറവ്. ഇനി ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ സ്മോളാണ് ഞാൻ മേടിച്ച സൈസ്. ഇതിൻ്റെ ടാഗ് ഇപ്പോൾ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഇതാ നമുക്ക് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഇതാ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈസ്. ഇതിൽ മീഡിയം സൈസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഞാൻ മേടിച്ചത് സ്മോൾ സൈസാണ്. ഇവിടെ മീഡിയം എന്ന് അങ്ങോട്ടാണ് എഴുതിയത്, ഫോക്കസ്. പക്ഷെ ഞാൻ മേടിച്ച സൈസ് സ്മോളാണ് കേട്ടോ. സ്മോൾ ഞാൻ ലാർജാണ് ഫസ്റ്റ് മേടിച്ചത്, എന്നിട്ട് റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും സ്മോൾ മേടിക്കേണ്ടി വന്നു. അപ്പോൾ ഇതും പെർഫെക്റ്റ് ആണ് ഇപ്പോഴത്തെ നിലവിൽ. ഇപ്പോൾ ഈ അടിയിലത്തെ പോർഷനായി. ഇനി നമുക്ക് മുകളിലേക്കുള്ളത് വേണ്ട. മുകളിലേക്കുള്ളത് ജിം വെയറിന് പറ്റിയിട്ടുള്ള കുറച്ച് ടീഷർട്ട്സ്. അതിൽ ഇത് വെച്ചിട്ട് തുടങ്ങാം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു മെഗാ സ്ലീവ് ആയിട്ട് ഉള്ളതാണ്, കുറച്ച് ലൂസായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. കാരണം ഞാൻ യൂണിസെക്സ് ജിമ്മിനാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടൈറ്റ് കുറച്ച് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മീഡിയം സൈസ് മേടിച്ചിട്ടുള്ളത്. കുറച്ച് ലൂസാണ്. അപ്പോൾ കുറച്ച് ലൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജിമ്മിന് വർക്കൗട്ട് ചെയ്യും തോറും നമുക്ക് ഓരോ സൈസ് കുറച്ച് വരണ്ട. അപ്പോൾ ഈ മീഡിയം ഉള്ളത് ഇനി അടുത്ത പ്രാവശ്യം അത് സ്മോളിലേക്ക് പോകണം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലാണ്, കോട്ടനാണ്, സ്ട്രെച്ചബിൾ അല്ല കേട്ടോ, കോട്ടനാണ്. സ്വെറ്റൊക്കെ വരുമ്പോൾ നമുക്ക് വലിച്ചെടുക്കാനുള്ള ഒരു അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അത് വരുന്നത്. ബാക്കിൽ ഇങ്ങനെ മൊത്തത്തിൽ പ്ലെയിൻ ആണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല ഇതിന് വരുന്നത്. ഓവറോൾ ഇത് ഫസ്റ്റ് ടൈപ്പ് ഐറ്റാണ് ഞാൻ മേടിച്ചത് ബ്രാൻഡ്. ഈ ബ്രാൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. പാക്കിംഗ് ഇതാ ഇങ്ങനെയായിട്ടാണ് പാക്കിംഗ് വന്നിരിക്കുന്നത്. ഇതിൽ കളർ ഓപ്ഷൻസ് ഉണ്ട്. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ലൈറ്റ് ഷെയ്ഡ്. ഞാൻ എപ്പോഴും പേഴ്സണലി വർക്കൗട്ടിന് പോകുമ്പോൾ ടീഷർട്ടൊക്കെ ആകുമ്പോൾ ഞാൻ ഡാർക്ക് ഷെയ്ഡാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം കേട്ടോ. അത് റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇനി അടുത്തൊരു ടീഷർട്ട് എന്ന് പറയുന്നത് നമുക്ക് ജോക്കി ബ്രാൻഡിൻ്റെ നല്ലൊരു പിങ്ക്. ഇത് പോളിസ്റ്റർ മിക്സ്, നമുക്ക് കോട്ടൺ പോളിസ്റ്റർ മിക്സ്. ഇതാ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡല്ല, ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ വൃത്തികേട് ഉണ്ടാവില്ല കാണാൻ. ഞാൻ മേടിച്ച ഇതിൽ സൈസ് വരുമ്പോൾ ലാർജ്. പിന്നെ ആ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് എപ്പോഴും മേടിക്കുമ്പോൾ ഒരു സൈസ് ചെറുതാണ് മേടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതാ ഈ ഒരു സൈസിൻ്റെ നമ്മളിപ്പോൾ ടീഷർട്ട് നമ്മൾ ഇപ്പോൾ ലാർജാണ് മേടിക്കണമെന്ന് വെച്ചാൽ മീഡിയം മേടിച്ചാൽ മതി. മീഡിയം ആണ് മേടിക്കണമെന്ന് വെച്ചാൽ സ്മോൾ മേടിക്കുക. ഒരു സൈസ് കുറവാണ് ഇതിന് മേടിക്കേണ്ടത്. ഈ ഒരു ബ്രാൻഡിൻ്റെ ജോക്കിരി ആണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് നമ്മൾ എങ്ങനെയാണ് ടീഷർട്ട് മേടിക്കുന്നത് വെച്ചാൽ ആ സൈസിന് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിരിക്കുന്ന ലാർജ് സൈസ് പോളിസ്റ്റർ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. പ്ലെയിൻ ടീഷർട്ടാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജിമ്മിന് പോകുമ്പോൾ അത്രയേ ആവശ്യമുള്ളൂ. ഇനി ജിമ്മിന് പോകുമ്പോൾ നമുക്ക് ഷൂ എന്തായാലും വേണം. ഷൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പ് ബ്രാൻഡിൻ്റെയും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ ആണ് നമുക്ക് വേണ്ടത്. ആദ്യം ഈ കളർ വെച്ച് കാണിക്കാം. ഇത് കൾച്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്.
ഞാൻ മേടിച്ച സൈസ് 7, നമ്മുടെ ചെരുപ്പിൻ്റെ സെയിം സൈസ് തന്നെയാണ് മേടിക്കേണ്ടത്. കളർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പേഴ്സണലി എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. ലൈറ്റ് വെയിറ്റ് ആണ്. എപ്പോഴും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജിമ്മിന് പോകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇതപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. 7 ആണ് സൈസ് വരുന്നത്. ഇവിടെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. കൾച്ചർ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല സൈസിനെ കുറിച്ചിട്ടതാ. പക്ഷേ 7 ആണ് മേടിച്ചത്. കറക്റ്റ് പെർഫെക്റ്റ് സൈസാണ്. കൾച്ചർ സ്പോർട്സ് ബ്രാൻഡ്. കളേഴ്സും ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ കൾച്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 2000 എബവ് പോയിട്ടുണ്ട് ഈ ഒരു റേഞ്ചിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സിൻ്റെ കാര്യത്തിലാവുമ്പോൾ ഞാൻ പൈസ നോക്കാറില്ല. കാരണം നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഷൂവിൻ്റെ കാര്യത്തിൽ ഒക്കെ നമുക്ക് റേറ്റ് കൂടുതലായാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇത് റേറ്റ് നിങ്ങൾക്ക് കൂടി അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറവിൻ്റെയും ഞാൻ മേടിച്ചിട്ടുണ്ടെന്നേ. ഇതാണ് സ്പാർക്സ് ബ്രാൻഡിൻ്റെ ഷൂ. ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കളർ വൈസ് നോക്കുകയാണെങ്കിൽ ബ്ലൂവും പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഇപ്പോൾ ജിമ്മിന് പോയി തുടങ്ങിയിട്ട് 2 കൊല്ലത്തോളമായി. പക്ഷേ ഇപ്പോൾ 1 കൊല്ലമായിട്ട് ഞാൻ സ്ഥിരം ഈ ഒരു ചെരുപ്പാണ് യൂസ് ചെയ്യണത്. ഈ ഒരു സൈഡ് കണ്ടറിയാം തേഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ അഴുക്കില്ലാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ജിമ്മിനൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഷൂ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ടാണ് നമ്മൾ വെയർ ചെയ്യണത്. അല്ലാണ്ട് ഇവിടെ നിന്ന് ഇട്ടിട്ട് അങ്ങനെ പോവല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ക്യാരി ചെയ്യേണ്ട സംഭവങ്ങൾ വാട്ടർ ബോട്ടിൽ, ഷൂ, പിന്നെ സോക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ബാഗിൽ ക്യാരി ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ക്യാരി ചെയ്തിട്ട് പോകാനായിട്ട് ഒരു ബാഗും മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ബാഗ് ബ്രാൻഡ് ഏതാണെന്ന് ഓർമ്മയില്ല, പക്ഷേ ഇതിലെഴുതിയതും കാണാനില്ല കേട്ടോ. പക്ഷെ അടിപൊളി ബാഗാണ് കേട്ടോ. നമുക്ക് ജിമ്മിൽ തന്നെയല്ല, അത്യാവശ്യം ചെറിയൊരു ട്രാവലിംഗ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാഗാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 3 ടൈപ്പായിട്ട് ഹോൾഡ് ചെയ്യാം. നോർമൽ സാധാരണ ബാഗ് എങ്ങനെയാണ്. പിന്നെ അത്യാവശ്യം കള്ളികളും ഉണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിൽ ഒരൊറ്റ സ്പേസ് ആയിട്ട് വരുന്ന, അതിൽ തന്നെ നമുക്ക് ഷൂവും പിന്നെ ടവലും വാട്ടർ ബോട്ടിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഗ്ലൗസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരൊറ്റ സ്പേസ് തന്നെയുള്ളൂ. പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇത് നല്ലൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇത് നമുക്ക് യൂട്യൂബിൻ്റെ ഇവൻറ്റിന് പോയപ്പോൾ കിട്ടിയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ്. നമുക്ക് ഇതിപ്പോൾ കാണാനില്ല. ടെമ്പറേച്ചർ കാണിക്കും കേട്ടോ ഇതിൽ. അപ്പോൾ ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം, തണുത്തോളം അപ്പോൾ ഇതിൻ്റെ ലിങ്കൊന്നും എനിക്ക് തരാൻ പറ്റില്ല. ഇത് നമുക്ക് യൂട്യൂബിൻ്റെ ഇവൻറ്റിന് പോയപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ സ്പേസ് ഉള്ളൂ. അത് കൂടാണ്ട് നമുക്ക് 2 സൈഡിലും സിബ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഈ 2 സൈഡിലും നമുക്ക് സിബ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു നെറ്റ് കമ്പാർട്ട്മെൻറ്റും കൂടി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ജിമ്മിന് പോകുമ്പോൾ യൂസ് ചെയ്യേണ്ട കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ കേട്ടോ. ഞാൻ മേടിച്ചത് ഇത്തിരി കൂടുതലാണ്. നമ്മൾ പിന്നെ സ്ഥിരം നമ്മൾ പോണത് കൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ആയതുകൊണ്ട്, പിന്നെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ബ്രാൻഡഡ് ഐറ്റം മേടിക്കുക. 1-2 ജോഡി മാത്രം മേടിച്ചാൽ മതി. കുറച്ച് കൂടുതലൊന്നും മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. കാരണം ജിമ്മിൽ പോണത് തടി കുറയ്ക്കാനാണ്. തടി കുറച്ച് കഴിഞ്ഞാൽ അടുത്ത സൈസ് നമുക്ക് മേടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാത്തിനും ഡീറ്റെയിൽസ് വിത്ത് പ്രൈസ് നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാണ്ട് ഒരു സെപ്പറേറ്റ് ലിങ്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്ത ആമസോൺ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.